السلام عليكم ورحمة الله تعالى وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. അൽഹംദുലില്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ചുറബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അല്ലാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായ അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയം അതിൻ്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമളാൻ, അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച ആ വിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് കടന്നു വന്നു. നാം 5-ാമത്തെ നോമ്പാണെന്ന് ഓരോരുത്തരും പിടിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പിടിച്ച നോമ്പ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും ന്യൂനതകളോ പോരായ്മകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ച റബ്ബ് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വിശുദ്ധമായ റമളാനിൽ നോമ്പ് പിടിക്കുക. ഈ നോമ്പിൻ്റെ പ്രതിഫലം സത്യത്തിൽ പരിശുദ്ധമായ റമളാനിലെ നോമ്പിൻ്റെ പ്രതിഫലം അത് അല്ലാഹുവിനെ അറിയുള്ളൂ, പടച്ച റബ്ബിന് മാത്രമേ അറിയുകയുള്ളൂ. അതിൻ്റെ പ്രതിഫലം കൊടുക്കുന്ന അല്ലാഹുവാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാൻ സുഫിദത്തി ശയാതീൻ വമറദത്തുൽ ജിന്നി വഉല്ലികത അബ്വാബുൻ നാർ ഫലം യുഫ്തഹു മിൻഹാ ബാബുൻ വഫുതിഹത അബ്വാബുൽ ജന്ന. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, റമളാൻ മാസത്തിൻ്റെ 1-ാമത്തെ രാത്രിയിൽ പിശാചുകളും ജിന്നുകളും ധിക്കാരികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്നതാ. എല്ലാവരെയും അല്ലാഹു ചങ്ങലയിൽ ബന്ധിപ്പിക്കുന്നു. നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും അടയ്ക്കപ്പെടുന്നു. അല്ലാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും അല്ലാഹു തുറന്നിടുകയാണ്. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സ്വർഗത്തെക്കുറിച്ച് പ്രവാചകർ പരിചയപ്പെടുത്തുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും അവിടെ നിന്ന് തുറക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഇന്നൽ ജന്നത ലതൂസിയനു ലിറമളാന മിൻ റഅസി ഹൗലി ഇലാ ഹൗലി. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമളാൻ മാസം റമളാൻ ഒരു വർഷത്തിന് തുടക്കം മുതൽ അടുത്ത വർഷം വരെ സ്വർഗം അലങ്കരിക്കപ്പെടുമെന്ന. വിശുദ്ധമായ റമളാൻ കടന്നു വരുമ്പോൾ ആ റമളാനിൽ നോമ്പ് പിടിക്കുന്നവർ, ആ റമളാനിനെ ആദരിക്കുന്നവർക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ സ്വർഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമളാനിൻ്റെ ആദ്യ ദിവസം സ്വാഗതം അവിടെ നിന്ന് സമാഗതമായി കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അർശിൻ്റെ ചുവട്ടിൽ നിന്നൊരു കാറ്റ് വീശുകയും സ്വർഗത്തിലെ ഇലകളിൽ കൂടി അത് സ്വർഗത്തിലെ സുന്ദരികളുടെ അടുത്തെത്തുകയും ചെയ്യും. സ്വർഗം മുഴുവനും അലങ്കരിക്കുകയാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യന് കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൻ്റെ സ്വർഗം മലക്കുകൾ അലങ്കരിക്കും. ആ സ്വർഗത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും തുറന്നിടും. ആ സ്വർഗത്തിൻ്റെ അവകാശികൾക്ക് വേണ്ടി സ്വർഗം അവിടെ നിന്ന് ദുആ ചെയ്യുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറയുന്നു, ഇന്ന ഫിൽ ജന്നത്തി ബാബുൻ യുഖാലു ലഹു അർ-റയ്യാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യദ്ഖുലു മിൻ സായിമൂന യൗമൽ ഖിയാമ ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറഹുന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്ന ഒരു വാതിലുണ്ട്. ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് നോമ്പുകാരല്ലാതെ ഒരു മനുഷ്യനും അതിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചവർ മാത്രമേ ആ റയ്യാൻ എന്ന് പറയുന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകൂ. ആ നോമ്പുകാർ കടന്നു പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടം അല്ലാഹു സുബ്ഹാനഹു വ തആല റയ്യാൻ എന്ന് പറയുന്ന വാതിൽ തന്നെ അടയ്ക്കുമെന്ന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ മാസം കടന്നു വന്നു. രാവിലെ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണിയിരുന്ന് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടി നമ്മുടെ വികാരങ്ങളും
നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും മുഴുവനും അള്ളാഹുവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മാറ്റിവെക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് തരാമെന്ന് പറഞ്ഞ പ്രതിഫലം സ്വർഗമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, സ്വർഗത്തിലെ ഹുറിലീങ്ങളായ പെണ്ണുങ്ങൾ നോമ്പ് പിടിച്ചുകൊണ്ട് രോഗം പിടിച്ചിട്ടും പ്രയാസമായിട്ട് പോലും പടച്ചവനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ട് പോലും ഈ പ്രഭാതം മുതൽ പ്രദോഷണം വരെ പട്ടിണിയിരിക്കുന്നവരുണ്ട്, തറാവീഹ് നിസ്കരിക്കുന്നവരുണ്ട്, എല്ലാ വഖത്ത് നിസ്കാരങ്ങളും സുന്നത്തുകളും ഫർദും ഉൾപ്പെടെ നിസ്കരിക്കുന്നവർ, ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും പറയുന്നവർ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു പാരായണം ചെയ്യുന്നവർ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെയുള്ള ഇന്ന് നമ്മൾ പള്ളികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളികളിൽ അസമയങ്ങളിൽ പോലും ഇരുന്ന് പ്രായമുള്ള ഉപ്പമാർ ഖുർആൻ ഓതുന്നത് കേൾക്കാം. പല ഉമ്മമാരും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നത് കാണാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇങ്ങനെയുള്ള ഈ രംഗം ആകാശത്ത് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലിരിക്കുന്ന ഹുറല്ലീങ്ങളായ പെണ്ണുങ്ങൾ ഈ രംഗങ്ങൾ കാണുമ്പോൾ ആ പെണ്ണുങ്ങൾ പോലും അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, യാ റബ്ബനാ ഇജ്അൽ ലനാ മിൻ ഇബാദിക ഫീ ഹാദിഹി ശഹ്ർ അസ്വാജൻ തഖറു ഐനുഹും ബിഹി. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെ ഹുറല്ലീങ്ങളായ പെണ്ണുങ്ങൾ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന, പടച്ചവനെ, ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്നവർ അവരുടെ വിചാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നിന്റെ തൃപ്തിയും നിന്റെ പൊരുത്തവും മാത്രം കരുതികെട്ട് ഈ നോമ്പ് പിടിച്ച് നടക്കുന്ന ഈ അടിമകളുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ, അവരെ ഞങ്ങളെ കൊണ്ട് നീ കൺകുളിർമയാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും അവരെ നൽകണേ പടച്ചവനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, റബ്ബനാ ഇജ്അൽ ലനാ, അല്ലാഹുവിനോട് അവർ ദുആ ചെയ്യുകയാണ്, മിൻ ഇബാദിക, അല്ലാഹുവേ പടച്ചവനെ, ആ അടിമകളെ നീ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരായി തരണേ പടച്ചവനെ. അവരെ കൊണ്ട് നീ ഞങ്ങളെ കണ്ണിന് കുളിർമ അണിയിക്കണേ എന്ന് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങൾ പോലും നോമ്പുകാർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നോമ്പ്, ഇതാണ് നോമ്പിൻ്റെ പ്രതിഫലം. പക്ഷേ നമ്മളിൽ പലരും നോമ്പ് പിടിക്കുന്നുണ്ട്, നമ്മുടെ വയറ് മാത്രം പട്ടിണി, വെറും പട്ടിണി ഇരിക്കുന്നവരുണ്ട് ഒരുപാട് പേർ. നമ്മൾ പട്ടിണിയായിരിക്കുന്നത് പലരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണുകൾക്ക് നോമ്പില്ല, നമ്മുടെ ചെവികൾക്ക് നോമ്പില്ല, നമ്മുടെ നാവിന് യാതൊരു നോമ്പുമില്ല, നമ്മുടെ ഹൃദയത്തിന് നോമ്പില്ല, ശരീരത്തിൻ്റെ അവയവങ്ങൾക്കൊന്നും നോമ്പില്ല. ചുമ്മാതെ പാപങ്ങളും പറഞ്ഞു, പാപങ്ങളും കണ്ട്, പാപങ്ങളും കേട്ട്, എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവർ, മോശമായ കാര്യങ്ങൾ എടുക്കുകയും പിടിക്കുകയും നടക്കുകയും ചെയ്യുന്നവർ, നമ്മൾ വെറും പട്ടിണി മാത്രം ഇരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം. കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയണം. നോമ്പുകാരൻ ഹറാമ് കാണാൻ പാടില്ല. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹു ഹറാമാക്കിയ ഒരു കാര്യവും, കാണാൻ പാടില്ലാത്ത ഒരു കാര്യവും പ്രത്യേകിച്ച് നോമ്പുകാരൻ കാണാൻ പാടില്ല. പക്ഷേ ഇന്ന് TV കാണുന്നു, നമ്മൾ TV കണ്ടുകൊണ്ട് സമയം ചെലവഴിക്കുന്നു. നമ്മൾ സമയങ്ങൾ ഒരുപാടുള്ളത് കാരണം, നമ്മൾ നോമ്പുകാരായത് കാരണം സമയം പോകുന്നതിന് വേണ്ടി യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും ചാറ്റിക്കൊണ്ടിരിക്കുന്നവർ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണുന്നവർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം പോകുന്നതിന് വേണ്ടി വെറും സംസാരവുമായി കഴിയുന്നവർ മോശമായ കാര്യങ്ങൾ സംസാരിക്കുന്നു, പലതും പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരദൂഷണവും ഏഷണിയും ആവശ്യമില്ലാത്തതും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ സമയങ്ങൾ നമ്മൾ പാഴാക്കുകയാണ്. നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു, തൻ്റെ യജമാനൻ, അവിടുന്ന് മഹാനവറുകൾ സാധാരണ ഒരു മനുഷ്യനല്ല, അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മഹാനാണെന്ന് മനസ്സിലായപ്പോൾ ഒരിക്കൽ അവിടുന്ന് പറഞ്ഞു, ഒരു ആടിനെ അറുത്തിട്ട് ആ ആടിൻ്റെ ശരീരത്തിൽ ഏറ്റവും നല്ല 2 സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ. മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ആടിനെ അറുത്തു. ആടിൻ്റെ കരളും ആടിൻ്റെ നാവും എടുത്തുകൊണ്ടുവന്ന് യജമാനൻ്റെ കയ്യിൽ കൊടുത്തു. ഇതാണ് ആടിൻ്റെ ശരീരത്തിലെ ഏറ്റവും നല്ല സാധനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുന്നു, പിന്നീടൊരു സമയത്ത് ആടിനെ അറുക്കാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഇതിൻ്റെ ശരീരത്തിലെ ഏറ്റവും മോശമായി ഇതെടുത്തു കൊണ്ടുപോവാ. അപ്പോഴും ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ആടിൻ്റെ നാവും ആടിൻ്റെ കരളും എടുത്തുകൊണ്ട് കൊടുത്തു. ഏറ്റവും മോശമായതും അത് തന്നെയാണ്, ഏറ്റവും നല്ലതായതും. നന്നായാൽ ഏറ്റവും നല്ലതാ, നശിച്ചാൽ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ ഏറ്റവും നശിച്ചതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയം നന്നാക്കാതെ, നമ്മുടെ മനസ്സും ശരീരവും നന്നാക്കാതെ നാം ഈ പട്ടിണി ഇരുന്നതിലൂടെ എന്ത് നേടാൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങൾ, നമ്മുടെ കണ്ണ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം, നമ്മുടെ നാവ് നമുക്ക് സൂക്ഷിക്കാൻ കഴിയണം, നമ്മുടെ ചെവി നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പാട്ടും സോങ്ങും ആവശ്യമില്ലാത്തത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് മോശമായ കാര്യങ്ങൾ ഒരാൾ വന്ന് നിൻ്റെ അടുക്കൽ പറഞ്ഞാൽ നീ പറയണം, അന സായിമുൻ, ഞാൻ നോമ്പുകാരനാ എന്ന് നീ പറയണേ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുന്നില്ല.
നാളെ പടച്ച റബ്ബിൻ്റെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഈ നോമ്പ് നമ്മുടെ മുഖത്തേക്ക് തന്നെ പടച്ച റബ്ബ് വലിച്ചെറിയുമെന്നുള്ളൊരു ബോധം, ഒരു ചിന്തയും നമുക്കില്ലാതെ പോകുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോമ്പിൻ്റെ പ്രതിഫലം അള്ളാഹുവിനെ അറിയൂ. അള്ളാഹുവിന് വേണ്ടിയാണ് നോമ്പ് പിടിക്കുന്നത്, അതിൻ്റെ പ്രതിഫലം പടച്ച റബ്ബ് കൊടുക്കും. പക്ഷേ നാം ഓരോരുത്തരും പട്ടിണി ഇരുന്നിട്ട് അവസാനം നരകത്തിലേക്ക് പൊട്ടുപോകുന്നൊരവസ്ഥ വളരെ മോശമായ കാര്യമാണ്. വളരെ എൻ്റെ പ്രിയപ്പെട്ടവർ, ഇതിനേക്കാളും വലിയൊരു നഷ്ടം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനില്ല. അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായ മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ്വലുഹു റഹ്മ വ ഔസതുഹു മഗ്ഫിറ വ ആഖിറുഹു ഇത്ഖും മിനൻ നാർ. 3 ഘട്ടങ്ങളായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാനിൻ്റെ 10 ദിവസങ്ങളെ മാറ്റി പറഞ്ഞു. അവ്വലുഹു റഹ്മ, റഹ്മത്തിൻ്റെ 10 ദിവസങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 5-ാമത്തെ ദിവസമാണ്. നമ്മളിൽ ആർക്കാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചത്? ആർക്കാണ് റബ്ബിൻ്റെ കരുണയും അള്ളാഹുവിൻ്റെ റഹ്മത്തും നേടിയെടുക്കാൻ കഴിഞ്ഞ ആരാവുള്ളത്? ഈ റഹ്മത്തില്ലാതെ ഒരു മനുഷ്യനും ഈ ദുനിയാവിലും ആഖിറത്തിലും രക്ഷയില്ലല്ലോ, ഒരാളും രക്ഷപ്പെടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് തന്നെ പറഞ്ഞല്ലോ, നിങ്ങളുടെ തഴമ്പോ നിങ്ങളുടെ താടിയോ നിങ്ങളുടെ അമലുകളുടെ വലുപ്പം വെച്ചിട്ട് നിങ്ങൾ ആരും അള്ളാഹിൻ്റെ സ്വർഗ്ഗത്തിൽ പോകുമെന്ന് നിങ്ങൾ കരുതണ്ട. ലാ യദ്ഖുലൂനൽ ജന്നത ഇല്ലാ ബിറഹ്മത്തില്ലാ. അള്ളാഹുവിൻ്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല. കാരണം സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്, സ്വർഗ്ഗം തുറക്കുന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുത്തുനബി കിടക്കുന്ന സ്വർഗ്ഗമാ സിറാജും ചോദിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആ സ്വർഗ്ഗത്തിൽ കൊടുക്കാൻ, പകരമായി റബ്ബിൻ്റെ മുന്നിൽ വെക്കാൻ ഒരു സുബ്ഹാനല്ലാഹെങ്കിലും, ഒരു അൽഹംദുലില്ലാഹെങ്കിലും, ഒരു നോമ്പോ ഒരു നിസ്കാരമോ ഒരു സദക്കയോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ കാണിക്കയായി വെക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല സഹോദരങ്ങളെ. അമലുകളുണ്ടെന്ന് മാത്രം. പക്ഷേ അത് മുഴുവനും അള്ളാഹു നാളെ നമ്മുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കണം, അള്ളാഹുവിൻ്റെ കരുണ നമുക്ക് വേണം. ആ കരുണ കിട്ടാനുള്ള വഴികളാണ് നോക്കേണ്ടത്. ആ കരുണ നേടിയെടുക്കാനുള്ള അമലുകൾ, ഖുർആനോത്, സദഖകൾ ചെയ്യ്, കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ റഹമുക്കും ഫിൽ അർളി റഹമുക്കും ഫിസ്. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്ക്, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് നോമ്പ് തുറക്കാൻ ഗതിയില്ലാത്ത എത്രയോ പേരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണമില്ലാത്തവരുണ്ട്. നമുക്ക് പടച്ചവനെ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ, നോമ്പ് തുറക്കുന്ന ഈ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടാൽ പ്രതികാരം ചെയ്യുന്നത് പോലെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി ഇരുന്നതിന് പ്രതികാരം ചെയ്യുന്നത് പോലെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിൽ പലരും ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ ഒരു ഈത്തപ്പഴവും പച്ചവെള്ളവും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പേരുണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ. നമുക്കവരെ മനസ്സിലാക്കാൻ കഴിയണം. അവരുടെ വേദനകൾ നമ്മുടെയും വേദനയാകണം, അവരുടെ പ്രയാസങ്ങൾ നമ്മുടെയും പ്രയാസമാകണം. ദുആഇക്ക് ഇജാബത്തുള്ള മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, എല്ലാവരും ഉസ്താദേ ജീവിതത്തിൽ ദുഃഖമാണ്, ദുരിതമാണ്, പ്രയാസമാണ്, രോഗമാണ്, കടമാണ്, വീടില്ല, നഷ്ടത്തില, എല്ലാവരും പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മുടെ ദുആഇക്ക് ഇജാബത്തുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നോമ്പുകാരൻ്റെ ദുആഇക്ക് ഇജാബത്തുണ്ട്. അവൻ ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ദുആ സ്വീകരിക്കും. പക്ഷേ നമ്മൾ സ്വീകരിക്കാൻ വേണ്ടി ദുആ ചെയ്യണ്ടേ? അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ നമ്മൾ കഴിയുന്നില്ലല്ലോ. അള്ളാഹു നമുക്ക് ഇത്രയും വലിയ ഒരു അവസരം നൽകിയിട്ട്, ഇത്രയും വലിയ ഒരു ചാൻസ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കെപ്പോൾ ലഭിക്കാനാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നോമ്പ് മുറിക്കുന്ന മഗ്‌രിബിൻ്റെ തൊട്ട് മുമ്പുള്ള സമയം 6:30 കഴിഞ്ഞാൽ 6:35 6:40 ഇതിനിടയിലാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. ആ 6:30ക്കും 6:45ൻ്റെയും 40ൻ്റെയും ഇടയിലുള്ള ആ ചുരുങ്ങിയ 5-10 മിനിറ്റ്, ആ സമയത്ത് ദുആഇക്ക് ഉത്തരമുണ്ടെന്ന് ഈ ലോകത്ത് കടന്നു വന്ന, ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ, ഒരു തമാശയ്ക്ക് പോലും കള്ളം പറയാത്ത ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്, നോമ്പ് മുറിക്കുന്നതിന് മുമ്പുള്ള സമയത്ത് ദുആഇക്ക് ഉത്തരമുണ്ടെന്ന്. ആരാ ദുആ ചെയ്യുന്നത്? നമ്മളിൽ എത്ര പേരാ അതിന് സമയം കണ്ടെത്തുന്നത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലാണ് പെണ്ണുങ്ങൾ മുഴുവനും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർ ഭക്ഷണം വിളമ്പുന്നതിൻ്റെ തിരക്കിലാണ്, മറ്റുള്ളവർ കഴിക്കുന്നതിൻ്റെ തിരക്കിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരും ആ സമയത്ത് ദിക്റുകൾ, പണ്ടത്തെ തലമുറകൾ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മുൻഗാമികൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നോമ്പ് തുറക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് വന്നിരുന്ന് കുറച്ച് ദിക്റുകൾ, ഇസ്തിഗ്ഫാർ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്റല്ലേ ഈ 4 കലിമത്തുകൾ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിനേക്കാളും വലിയ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കലിമത്തുകളില്ലല്ലോ. ഇതൊക്കെ പറയേണ്ട സമയമാണ് സഹോദരങ്ങളെ. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം 5-6 വരെ നമുക്ക് സമയം കിട്ടിയിട്ട് നമുക്കതൊന്നും ഭക്ഷണം ഉണ്ടാക്കുവാനോ വിളമ്പുവാനോ സംസാരിക്കുവാനോ ഇല്ല. ആ നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള സമയം എങ്ങനെ നമ്മുടെ നോമ്പിൻ്റെ പ്രതിഫലം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം, എങ്ങനെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയാം? അതുകൊണ്ടാണ് ആ സമയത്തിൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ സമയം പാഴാക്കി കളയുന്നത്. എങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലമ തങ്ങൾ പറഞ്ഞു, ദുആയ്ക്ക് ഉത്തരമുള്ള സമയം അതാ. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യ്, നിങ്ങളുടെ ദുആ അള്ളാഹു സ്വീകരിക്കും, നിങ്ങൾക്ക് ഉത്തരമുണ്ടാകും. നിങ്ങളുടെ ദുഃഖവും രോഗവും പ്രയാസവും കടവും ബുദ്ധിമുട്ടും പ്രതിസന്ധിയും പ്രതിയെല്ലാം അള്ളാഹു മാറ്റിത്തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയം നമ്മൾ പാഴാക്കി കളയൽ സഹോദര. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറുന്ന സമയം അപ്പോഴല്ലേ? ഓരോ മനുഷ്യനും എത്രയോ പേര് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു 30 ദിവസവും അള്ളാഹു നരകത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷപ്പെടുത്തുകയാ. ചില ദിവസങ്ങളിൽ കൂടുതലായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരിൽ നമുക്ക് പെടാൻ കഴിയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയണം. ആ സമയത്ത് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ കഴിയണം. ആ ഇബാദത്ത് ചെയ്യുന്നതിലൂടെയാണ്, നന്മകൾ ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളാകാൻ കഴിയുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാൻ, ആ റമളാനിൻ്റെ 5-ാമത്തെ നോമ്പ് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നമ്മളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിങ്ങൾ സമയം പാഴാക്കി കളയാതെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദുആയ്ക്ക് വേണ്ടി കിടക്ക്. നിങ്ങളുടെ ദുആ അള്ളാഹുവിനോട് ദുആ ചെയ്യ്. ഈ വൈറസ് രോഗമൊക്കെ വല്ലാതെ പടരുന്നു, വല്ലാത്ത ഭീതിയിലാണ് നാടും ലോകവും മുഴുവനും. ഒന്ന് പ്രതിസന്ധി മാറ്റുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ സമയം കണ്ടെത്തണം. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടാൻ കാരുണ്യവാനായ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ മണ്ണറ അള്ളാഹു മണീറയാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, അവരെല്ലാവരും നിങ്ങളുടെ ദുആ മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുകയും നിങ്ങൾക്ക് സമയം കണ്ടെത്തുന്ന സമയം എപ്പോഴാണ് ഒഴിവുള്ളത്, ആ ഒഴിവുള്ള സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ ഇതിനകത്ത് കയറി ഈ ക്ലാസ് കേൾക്കുകയും നിങ്ങൾക്കറിയുന്നവർക്കെല്ലാം എത്തിച്ചു കൊടുക്കുക. ദഅവത്തിൽ പങ്കാളികളാവ്. എല്ലാവരും അള്ളാഹുവിൻ്റെ പ്രതിഫലം നേടിയെടുക്കാൻ പരിശ്രമിക്ക്. നന്മകൾ അമിതമായി ചെയ്യ്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദുആയിൽ ഈ സാധുവായി എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറക്കാതെ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണം. അള്ളാഹു നമ്മളുടെയൊക്കെ സർവ്വ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. اللهم ارحمنا يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. دعاء وصية. السلام عليكم ورحمة الله تعالى وبركاته.